പാടുന്നു, സ്തുതികൾ പാടുന്നു. സ്വർഗത്തിൻ സമയമിതാണയുന്നു. ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ. ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ. ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ. ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ. തിരികൾ തെളിയുന്നു, വീതിയുയരുന്നു, കാൽവരിയാഗമിതാ ഒരുങ്ങുന്നു. അബ്രാമിൻ ബലിയിൽ നീ സാന്നിധ്യവാൻ, ആബേലിൻ ബലി തന്നിൽ സംപ്രീതനാ. അബ്രാമിൻ ബലിയിൽ നീ സാന്നിധ്യവാൻ, ആബേലിൻ ബലി തന്നിൽ സംപ്രീതനായി. ദൈവമേ എന്നും നീ വന്നിടണേ, യാചനകൾ സദയം നീ കേട്ടിടണേ. ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ. ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ. ഈശോ വരുന്നിതാ നമുക്കായി ജീവൻ നൽകുവാൻ. ഞങ്ങൾ തരുന്നിതാ നിനക്കായി സ്നേഹം മാത്രമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അടച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി, പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമി
വാനത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുലമഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം. പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും
അറിവൂ ഞാൻ തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മൊഴി ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തുക സർവ്വരുമേ, കർത്താവിൻ സ്തുതി പാടിടുവിൻ. നിത്യം ജീവിക്കുന്നവനാ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. പരിശുദ്ധൻ നീ സർവേശ, പരിശുദ്ധൻ നീ ബലവാനേ, പരിശുദ്ധൻ നീ അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പരിശുദ്ധൻ നീ സർവേശ, പരിശുദ്ധൻ നീ ബലവാനേ, പരിശുദ്ധൻ നീ അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവിതായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എതിരായിട്ടുള്ള വായന 3-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. മിശിഹ അനുഗ്രഹിക്കട്ടെ. നിയമാനുഷ്ഠാനത്തിൽ ആശ്രയം അർപ്പിക്കുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിക്കാതെയും പ്രവർത്തിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ്.
എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക. നിയമത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമല്ല, എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതീയരിലേക്ക് വ്യാപിക്കേണ്ടതിനും ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനും ആണ് ഇപ്രകാരം സംഭവിച്ചത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 15, 5 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിർത്തുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായി തീരുന്നത് വഴി പിതാവ് മഹത്വപ്പെടുത്തുന്നു. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നതെന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമസ് ലിഹായുടെ മാതൃക അനുസരിച്ച് സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായ അനേകം പ്രേക്ഷിതരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധ കുദാശകളിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിക്കുകയും ദൈവിക ജീവൻ നൽകുകയും ചെയ്ത കർത്താവെ, കൗദാശിക ജീവിതത്തിലൂടെ വിശുദ്ധിയിൽ വളരാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രേക്ഷിതരായി ലോകമെങ്ങും പ്രശോഭിക്കുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലിത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പുറത്തേക്കും പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ആത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ.
മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ ഓർക്കാം നിത്യം വാഴ്ത്തിടാം. സർവശക്തതാതനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ സർവപാലന സർവശക്തനാഥനാമേകദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ സർവസൃഷ്ടിജാലവും ദീപ്തദൈവമാം സത്യതാതനങ്ങിൽ നിന്നാദ്യജാതനാം സൃഷ്ടിയല്ല പുത്രനാം ഈശോദേവജൻ വിശ്വസിപ്പുമർത്യനാം ഞങ്ങളങ്ങയിൽ ദൈവസൂനു ദൈവമാളേക സത്യം ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനാ മർത്യരൂപമാർന്നിഹേ കന്യകാത്മജൻ പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണം മൃത്യുവാർന്നവൻ 3 നാളിനുള്ളിൽ സത്യദൈവസൂനുവേ മണ്ണിലുത്തിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാർഗ മഹിമയോടെ നിത്യപിതാവിൻ വലതുഭാഗമാർന്നു വാഴ്വു മഹിത കാന്തിയിൽ ഒടുവിലെത്തുമീ മഹിയിൽ നന്നു വിധിയുമാ സകലരും ശ്രവിക്കുമന്ത്യവിധി വിനീതരാ കാതലിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളെ വരും
ഏകമാണു ധന്യമാണു പാവനം സദാ സ്വൈഹിക പ്രഭാവമാർന്നു സർവജനീനം പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും ഏറ്റു ചൊല്ലു സാദരം ഞങ്ങളേവരും. മർത്യമുക്തിയാമുയർപ്പും നിത്യജീവനും ഏറ്റു ചൊൽവു പൂർണ്ണമായി ഞങ്ങളേവരും. സർവശക്തദാതനാകുമേകദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാരേഖത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അടുത്ത് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിലാദറോട് നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചപേക്ഷിക്കുവാൻ ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഖത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടെ ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ.
ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലകമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവരുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതരോശാന, കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായി രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ രാജാവേ
അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോളിത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോളിത്തായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ റെമിജിയോസ് മെത്രാനും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരി എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും, ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും, അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടി നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനവും പരിശുദ്ധവും ജീവദായകവുമായ ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു.
എന്നേക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിന് പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ ആദരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ.
കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ നീ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ ലഭിച്ച മനോവിശ്വാസത്തോടുകൂടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. കുർബാന സ്വീകരണത്തിനുള്ള സമയമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് നവവൈദികൻ്റെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും മാത്രം കുർബാന നവവൈദികനിൽ നിന്ന് സ്വീകരിക്കുക എന്ന് ഓർമ്മിപ്പിക്കുന്നു. ബാക്കിയുള്ളവർ മറ്റു വൈദികരിൽ നിന്നും കുർബാന സ്വീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികൾ വിശുദ്ധ അൾത്താരയിൽ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുമല്ലോ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ.
ക്രൂശാകും മീശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ സ്വർഗം പാകം ചെയ്തപ്പമിതാ ക്രൂശാകും മീശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ സ്വർഗം പാകം ചെയ്തപ്പമിതാ കാണുന്നു ഓസ്തിയിൽ നാഥന്റെ മുഖം കാണുന്നു ഓസ്തിയിൽ നാഥന്റെ സ്നേഹം ഹല്ലേലൂയ പാടാം നാഥ ഈശോ നിന്നെ വാഴ്ത്താം കന്യകമേരിയ മണ്ണിൽ തളിരിട്ട സ്വർഗീയ കതിരേ കാൽവരിയോളം പൊടിഞ്ഞ് അപ്പമായി തീർന്നൊരു സുതനേ സേറാഫുകളൊന്ന് യേശുയായി കേകിയ സ്വർഗീയ തീക്കനലല്ലോ മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകള എന്നാവിലെത്തും കുർബാന ഹല്ലേലൂയ പാടാം നാഥ ഈശോ നിന്നെ വാഴ്ത്താം ഹല്ലേലൂയ പാടാം നാഥ ഈശോ നിന്നെ വാഴ്ത്താം ഏദനിൽ കാണാത്ത കനിയേ മരുഭൂവിൽ പെയ്യാത്ത മന്നയേ കാൽവരി ചോട്ടിലന്നമ്മ കൈക്കൊണ്ട സ്വർഗീയ വിധി സേറാഫുകളൊന്ന് യേശുയായി കേകിയ സ്വർഗീയ തീക്കനലല്ലോ മാലാഖമാർക്കൊപ്പം വൈദികൻ കൈകള എന്നാവിലെത്തും കുർബാന ഹല്ലേലൂയ പാടാം നാഥ ഈശോ നിന്നെ വാഴ്ത്താം ക്രൂശാകും മീശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ സ്വർഗം പാകം ചെയ്തപ്പമിതാ കാണുന്നു ഓസ്തിയിൽ നാഥന്റെ മുഖം കാണുന്നു ഓസ്തിയിൽ നാഥന്റെ സ്നേഹം ഹല്ലേലൂയ പാടാം നാഥ ഈശോ നിന്നെ വാഴ്ത്താം ഹല്ലേലൂയ പാടാം നാഥ ഈശോ നിന്നെ വാഴ്ത്താം
യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികകളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരോടുകൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങേ സ്തുതിയും കൃതജ്ഞതയും യുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തെയും പവിത്രീകരിക്കുന്ന തൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ ആചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച് എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ നിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാദനരുൾ ചെയ്തു. അരുളിയ പോലിൻ ഈ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയോടെ നിന്നും ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
എല്ലാവരും ശാന്തമായി അവരവരുടെ സ്ഥലങ്ങളിലിരിക്കുക. നവവൈദികൻ്റെ കൈചുംബനമാണ് അടുത്ത കർമ്മം. നമ്മൾ ഒരു നവവൈദികന് കൈചുംബനം നടത്തുന്നതോടുകൂടി ആശംസകളും അർപ്പിക്കുകയാണ്. മണ്ണിൽ പൊന്നു വിളയുന്ന കോടഞ്ചേരി എന്ന കൊച്ചു ഗ്രാമത്തിൽ മടത്തിശ്ശേരി എന്ന കുടുംബം തങ്ങളുടെ ജീവിതം ആരംഭിച്ചു. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന വാക്യം അന്വർത്ഥമാക്കിയുള്ള ജീവിതശൈലിയായിരുന്നു ഈ കുടുംബത്തിൻ്റേത്. ദൈവവിശ്വാസത്തിലും ദൈവഭക്തിയിലും സ്വയം വളരുവാനും ആത്മവിശ്വാസവും ഭക്തിയും തങ്ങളുടെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുവാനും മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു. അധികാരികളോടും ഗുരുഭൂതരോടും ആദരവും ബഹുമാനവും വിനയവും നൽകി ജീവിക്കുവാൻ അവർ തൻ്റെ മക്കളെ പരിശീലിപ്പിച്ചിരുന്നു. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും എന്തൊക്കെ കഴിവുകളുണ്ടായാലും ദൈവാനുഗ്രഹമില്ലെങ്കിൽ എല്ലാം അസാധ്യമാണെന്ന് ആ മാതാപിതാക്കൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മക്കളിൽ ദൈവിക ഭക്തി ആഴമായി ഉണ്ടാകണമെന്ന് ആ മാതാപിതാക്കൾ ആഗ്രഹിച്ചു. മക്കൾ ആധ്യാത്മിക കാര്യങ്ങളിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ട എല്ലാവിധ സഹായങ്ങളും അവർ തൻ്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. സന്ധ്യാപ്രാർത്ഥനയിൽ മക്കളെ ഒന്നിച്ചു ചേർത്തിരുത്തി ദൈവത്തിന് നന്ദി പറയുവാൻ ആ കുടുംബം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഏകദേശം 55 വർഷങ്ങൾക്ക് മുമ്പ് കോടഞ്ചേരിയിൽ താമസിക്കുവാൻ സ്ഥലം തേടിയെത്തിയപ്പോൾ ആ മാതാപിതാക്കൾ ആദ്യമായി അന്വേഷിച്ചത് പ്രാർത്ഥിക്കുവാനായി ഒരു ദേവാലയമുണ്ടോ എന്നതായിരുന്നു. ദൈവിക വിശ്വാസത്തിനും ഭക്തിക്കും ഉള്ള ഉത്തമ ഉദാഹരണമാണിത്. യേശുവിൻ്റെ സ്നേഹം ലോകത്തിന് അനുഭവവേദ്യമാകുന്നത് സമർപ്പിതരുടെ ശുശ്രൂഷകളിലൂടെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ മാതാപിതാക്കൾ തങ്ങളുടെ മകനെ ദൈവത്തിന് സമർപ്പിക്കുന്നതിൽ യാതൊരു വൈമുഖ്യവും കാണിച്ചില്ല. ജോസഫ് അച്ഛൻ തൻ്റെ മൂത്ത ജ്യേഷ്ഠന്മാരായ പൗലോസ്, മാത്യൂസ് സഹോദരന്മാരോട് ഒപ്പം കളിക്കൂട്ടുകാരായി ക്രിസ്തീയ ജീവിതത്തിൽ വളർന്നു വന്നു. ഇന്നിവിടെ കൂടിയിരിക്കുന്ന നാം എല്ലാവരും ആനന്ദപുളകിതരാകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഈ സെൻറ് മേരീസ് ഫൊറോന ചർച്ച് കോടഞ്ചേരിയും ഈ ഇടവകാംഗങ്ങളും ഗോരഖ്പൂർ ഉപതയും മടത്തിശ്ശേരി കുടുംബാംഗങ്ങളും സന്തോഷത്താൽ നിറയുകയാണ്. ഇന്നത്തെ ഈ സുന്ദര ദിനത്തിൽ ജീവിതം ബലിയാകുന്ന പുരോഹിതനെ ഓർക്കാൻ കൂടിയുള്ള ദിനമാണ്. തനിയെ നടക്കുന്ന ഇവരുടെ ജീവിതത്തിൽ ബലിവഴികളിൽ ഞങ്ങളുമുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കൈകൊടുക്കാം. വിരുന്നൊരുക്കുന്ന പുരോഹിതൻ്റെ നോവും ഊക്ഷരതയും വിരുന്നിൽ പങ്കുപറ്റുന്നവർ അറിയാറില്ല എന്നതാണ് ഈ കാലം പുരോഹിതരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം. പുരോഹിതൻ്റെ വളർച്ചയും തളർച്ചയും ഇന്ന് ആക്രിക്കടകളിൽ പോലും ചർച്ചാ വിഷയമാകുമ്പോൾ അവനോടൊപ്പം പ്രാർത്ഥിക്കുന്ന നമ്മുടെ അധരങ്ങൾ ആ പുരോഹിതനായി വല്ലപ്പോഴുമെങ്കിലും ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സ്വന്തം വികാരിയച്ഛന് അപ്പനുണ്ടോ അമ്മയുണ്ടോ അറിയാത്തവർ പോലും ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ട്. ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ നോക്കി ഞാൻ അച്ഛനെ സ്നേഹിക്കുന്നു എന്ന് ആദരിക്കുന്നു എന്ന് പറയുവാനായി നമുക്ക് മുന്നോട്ട് കടന്നു വരാം. ഒരു വൈദികന് 2 കണ്ണുകൾ മാത്രമേ ഉള്ളൂ. എന്നാൽ അദ്ദേഹത്തിൻ്റെ നേരെ 1,00,000 കണ്ണുകൾ ഉയരുന്നുണ്ട്. വൈദികന് ആശീർവദിക്കുവാനായി 2 കരങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ആ വൈദികൻ്റെ നേരെ 1000 വിരലുകൾ നീളാറുണ്ട്. പൗരോഹിത്യ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും എല്ലാ വൈദികർക്കും സ്നേഹപൂർവ്വം ആദരപൂർവ്വം നമുക്ക് നേരാം. അവരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഒരു നിമിഷമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. സമർപ്പിത ജീവിതത്തിൽ മുന്നേറുമ്പോൾ കടന്നു പോകുന്ന വഴികളിലെ ചെറുതും വലുതുമായ പാളിച്ചകൾ മാത്രം നോക്കി അതിനെ കൊട്ടിഘോഷിക്കുക എന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. ദൈവത്തിനും ദൈവജനത്തിനുമിടയിൽ മധ്യസ്ഥനായി വർത്തിക്കുന്ന പുരോഹിതൻ്റെ ചിന്തയ്ക്കും ചെയ്തികൾക്കും കരുത്തു പകരേണ്ടത് നാം ഓരോരുത്തരുമാണ്. എന്നാൽ എല്ലാറ്റിൻ്റെയും സംശയത്തോടെ നോക്കിക്കാണുകയും ദുരുദ്ദേശങ്ങൾ മാത്രം ആരോപിക്കുകയും അന്ധമായി നഖശിഖാന്തം എതിർക്കുകയും ചെയ്യുന്ന നല്ലൊരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത നമുക്ക്
ഈ നവവൈദികന് പ്രാർത്ഥനാ നിർഭരമായ ആശംസകൾ നേരാം. ജാഗ്രതയോടെ സുവിശേഷ അധിഷ്ഠിതമായി പ്രതികരിക്കാനും ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ അനേകർക്ക് നൽകാനും തിരുസഭ അനുഗ്രഹമായി ദീർഘായുസ്സോടെ ശുശ്രൂഷ ചെയ്യാനും സർവശക്തനായ ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കുന്ന കൈമുത്തൽ ശുശ്രൂഷയിലൂടെ അച്ഛന് നമ്മുടെ പ്രാർത്ഥനകളും സഹകരണങ്ങളും നമുക്ക് വാഗ്ദാനം ചെയ്യാം. നമ്മളിവിടെ നവവൈദികന് അനുമോദനം നൽകി ആശംസ നൽകുവാൻ വേണ്ടി ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയാണ്. അനുമോദന ചടങ്ങ്. ആ ചടങ്ങിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുവാനായിട്ട് നമ്മുടെ കോടഞ്ചേരി ഇടവകയുടെ അസിസ്റ്റൻ്റ് വികാരിയായിരിക്കുന്ന സന്തോഷ് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഏറെ നേരം വൈകിയതുകൊണ്ട് യാതൊരു ഔപചാരികതയുമില്ല. ഏറ്റവും ഹ്രസ്വമായിരിക്കും ഈ ചടങ്ങുകൾ. അതിനുശേഷം കൈമുത്തലും ഭക്ഷണമൊക്കെ ഉണ്ട്. സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഏറെ നാളുകളായി നമ്മൾ ഈ തിരുപ്പട്ടത്തിനൊരുങ്ങുകയാണ്. പ്രത്യേകിച്ച് ഇതിനോടടുത്ത് സേവനം ചെയ്യുന്ന ഈ മാടത്തശ്ശേരി കുടുംബത്തോട് ഒപ്പമുള്ള ആളുകളൊക്കെ ഈ കഴിഞ്ഞ രാത്രിയൊന്നും ഉറങ്ങിയിട്ടുണ്ടാവുകയില്ല. ഇപ്പോൾ തന്നെ 4 മണിക്കൂറിലധികമായി ഈ ശുശ്രൂഷ ഇവിടെ പുരോഗമിക്കുന്നു. നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാതെ ഈ ഹ്രസ്വമായ, അതേസമയം ഏറെ ഹൃദയസ്പർശിയായ ഈ അനുമോദന ചടങ്ങിലേക്കും അതുപോലെ കൈമുത്തലിലേക്കും സ്നേഹവിരുന്നിലേക്കും ഏവരെയും സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. നവവൈദികന് ആശംസ അർപ്പിക്കുവാനുള്ള അവസരമാണ്. നവവൈദികന് ആശംസ അർപ്പിക്കുവാനായിട്ട് ഫാദർ രാജേഷ് ചാൻസലറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് മടത്തേശ്ശേരി അച്ഛൻ്റെ മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, കോടഞ്ചേരി ഇടവകയിലെ എത്രയും പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒത്തിരി സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടെ ഞങ്ങൾ നിങ്ങളുടെ ഇടവകക്കാരനെ ഞങ്ങളുടെ രൂപതയിലേക്ക് എടുക്കുകയാണ്. ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. ഇന്ന് മുതൽ ഞാനിങ്ങനെ കുർബാനയുടെ സമയത്ത് ഓർത്തിരിക്കുമായിരുന്നു, കുർബാന കഴിഞ്ഞിട്ട് വേണം വാട്സാപ്പ് ഗ്രൂപ്പ് തുറന്നിട്ട് രൂപതയുടെ അച്ഛന്മാരുടെ ഗ്രൂപ്പിലേക്ക് ജോസഫ് അച്ഛനെ എത്രയും പെട്ടെന്ന് ആഡ് ചെയ്യാനായിട്ട്. കാരണം ഇത്രയും നേരം ഡീക്കൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ അച്ഛനായിരിക്കും. എല്ലാവർക്കും ഒത്തിരിയേറെ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നതോടുകൂടി ജോസഫ് അച്ഛനോടൊരു ചെറിയ കാര്യം പറയുക. അപ്പച്ചനും അമ്മച്ചിയും ചേട്ടനും അനിയനും അവരുടെ ഹൃദയത്തിൻ്റെ ഒരു കഷണം പറിച്ച് ബലിവേദിയിൽ വച്ചിരിക്കും. അത് അവരുടെ സ്നേഹം, ദൈവത്തോടുള്ള അവരുടെ കടപ്പാട്, അവരുടെ നന്ദി അറിയിക്കുന്ന ഒരു കർമ്മമാണ് അവർ ചെയ്തിരിക്കുന്നത്. ആ ദൈവത്തിന് സമർപ്പിച്ച ഹൃദയം ഇനി മുതൽ അച്ഛൻ ഈ ഇടവകയിലുള്ളവർക്കും അതിൽ അധികമായിട്ട് ഗോരഖ്പൂർ രൂപതയിലുള്ള ഓരോ വിശ്വാസികൾക്കും വേണ്ടി മിടിക്കാൻ, ഹൃദയമിടിപ്പിന് വേണ്ടിയിട്ടുള്ള ഹൃദയമാണത്. അതുകൊണ്ട് ഇനി അച്ഛൻ ഇവരെക്കാളൊക്കെ അധികമായിട്ട്, ഞങ്ങളെക്കാളൊക്കെ അധികമായിട്ട് ആ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും ഒത്തിരി കരുതലോടുകൂടെ കരുതേണ്ടതും ഗോരഖ്പൂർ രൂപതയിലെ വിശ്വാസികളെയും മറ്റുള്ളവരെയുമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അച്ഛനെ ഒത്തിരി അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഗോരഖ്പൂർ രൂപതയിലേക്ക്, ഗോരഖ്പൂർ വൈദിക കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇടവകയുടെ പ്രതിനിധിയായിട്ട് സണ്ണി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു ആശംസ നൽകുവാനായിട്ട്. സ്നേഹമുള്ള പിതാക്കന്മാരെ, ജോസഫ് അച്ഛൻ്റെ അച്ഛന്, അമ്മ, ബന്ധുമിത്രാദികളെ,
പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മറ്റ് ജനമേ, നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണെന്ന്. രാവിലെ മുതൽ ഞാൻ ഇന്നലെയും മിനിങ്ങാന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഒരുക്കങ്ങൾ. എത്രയോ സമയം നമ്മുടെ എല്ലാ കോൺവെൻറ്റിലെയും സിസ്റ്റേഴ്സ് ഇതിനു വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഡിക്കനച്ചനും ഉണ്ട്, എല്ലാവരുടെയും മുഖത്ത് സന്തോഷം തന്നെ. അല്പം മുമ്പ് ഇവിടെ നടത്തിയ പ്രഭാഷണത്തിൽ നമ്മുടെ അച്ഛൻ്റെ ദൗത്യത്തെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. വീടും കുടുംബവും വിട്ട് പുതിയൊരു പാന്താവിലേക്ക് അച്ഛൻ ക്ഷണിച്ചു കഴിഞ്ഞു. എങ്കിലും നമ്മുടെ കൊച്ചച്ഛനെ ശ്രദ്ധിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്, അദ്ദേഹം നേരത്തെ തന്നെ ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കി ഉറച്ച തീരുമാനം മനസ്സിലെടുത്തിട്ടുണ്ട്. തൻ്റെ ഇടത്തോടുകൂടി, ആ ഭാഷ കണ്ടാൽ അറിയാം, തൻ്റെ ഇടത്തോടു കൂടി തന്നെ ഈ ദൗത്യം ഏറ്റെടുത്ത ഒരു വ്യക്തിയാണ്. ഒന്നും കൊണ്ടും പേടിക്കേണ്ട, ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനകൾ അങ്ങയുടെ കൂടെയുണ്ട്. ഈ ദൗത്യം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ആശംസകളും ഈ ഇടവക ജനത്തിന് വേണ്ടിയിട്ട് ഞാൻ ആശംസിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. സൺഡേ സ്കൂൾ പ്രതിനിധിയായിട്ട് നവവൈദികന് ആശംസ അർപ്പിക്കുവാൻ സിസ്റ്റർ ലിസ FCSയെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹബഹുമാനപ്പെട്ട നവവൈദികൻ ജോസഫ് അച്ച, പ്രിയപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, പൗരോഹിത്യം എന്ന മഹാനിധി കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോ പറഞ്ഞ ഒരു മനോഹരമായ ഉപമയാണ് എൻ്റെ മനസ്സിൽ ഓർക്കുന്നത്. വയലിൽ ഒളിച്ചു വയ്ക്കപ്പെട്ട നിധിയുടെ ഉപമ. തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിധി സ്വന്തമാക്കുവാൻ വേണ്ടി വയൽ വാങ്ങുന്ന അയാളെയാണ് ഈ നിമിഷങ്ങളിൽ ഓർക്കുന്നത്. കാരണം തനിക്ക് ഇന്നുവരെ കിട്ടിയ എല്ലാറ്റിനേക്കാളും വിലപ്പെട്ടതാണ് ഈ നിധി എന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മറ്റെല്ലാം വിറ്റ് നിധി മറഞ്ഞിരിക്കുന്ന ആ വയൽ വാങ്ങുന്നത്. പൗരോഹിത്യം എന്ന വിളി സ്വീകരിക്കുന്ന വ്യക്തി ഈ നിധി സ്വന്തമാക്കിയ മനുഷ്യന് തുല്യനാണ്. ദൈവം എന്ന മഹാനിധിക്ക് വേണ്ടി സർവവും ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി എല്ലാം ഉച്ഛിഷ്ടം പോലെ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നത് ധൈര്യമുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഹെബ്രായർ 5:4 ഇപ്രകാരം പറയുന്നു: ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയല്ലാതെ മറ്റാർക്കും ഈ ബഹുമതി സ്വയമേവ തിരഞ്ഞെടുക്കുവാൻ സാധ്യമല്ല. ദൈവം നമ്മുടെ കോടഞ്ചേരി ഇടവകയെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ. ദൈവം നമ്മിലേക്ക്, ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് ഒരു വൈദികൻ്റെ കരങ്ങളിലൂടെയാണ്. ഈ പുണ്യവേളയിൽ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഈ സൗഭാഗ്യകരമായ ഈ ജീവിതം സ്വന്തമാക്കിയിരിക്കുന്ന അച്ഛന്, പൗരോഹിത്യ ജീവിതം എന്ന മഹാനിധി സ്വന്തമാക്കിയ ജോസഫ് അച്ഛന് സൺഡേ സ്കൂൾ അധ്യാപകരുടെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം നമുക്കറിയാം, ഈ മഹാനിധി മൺപാത്രത്തിലെ നിധിയാണ്. അത് മങ്ങലേൽക്കാതെ കാത്തു സൂക്ഷിക്കുവാൻ ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ. അച്ഛൻ്റെ പൗരോഹിത്യ വഴികളിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നവവൈദികന് ആശംസ നൽകാൻ ബ്രദർ സെബാസ്റ്റ്യനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹബഹുമാനപ്പെട്ട നവവൈദികനായ ജോസഫ് അച്ച, ഇവിടെ കൂടി നല്ല അച്ഛന്മാരെ, ഇടവക സിസ്റ്റേഴ്സ്, ഇടവക ജനങ്ങളെ, ജോസഫ് അച്ഛന് ആശംസ പറയാൻ വേണ്ടി ജിജോ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറയണമെന്ന് ആലോചിക്കുകയായിരുന്നു. ജോസഫ് അച്ഛനെ കുറിച്ച് പറയുമ്പം ആദ്യം തന്നെ
എനിക്കൊരു മുൻഗാമിയായിട്ട് ഉള്ള അച്ഛനാണ്. കാരണം ഞാൻ മൈനർ സെമിനാരിയിലാണേലും ഫിലോസഫിയിലാണേലും തിയോളജിയിലാണേലും എല്ലായിടത്തും എനിക്ക് സീനിയറായിട്ട് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നെ കൊണ്ടുനടന്ന ഒരു അച്ഛനാണ് ജോസഫ് അച്ഛൻ. എപ്പോഴും എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ചിലപ്പോഴൊക്കെ സഹായിക്കുകയും എന്നെ നേർവഴിക്ക് നയിക്കുകയും ചെയ്ത ഒരു അച്ഛനാണ് ജോസഫ് അച്ഛൻ. അതുകൊണ്ട് തന്നെ എനിക്കൊരു വ്യക്തിപരമായ സ്നേഹം അച്ഛനോട് എപ്പോഴും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജോസഫ് അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി കഴിവുകളും ടാലൻറ്റുമുള്ള ഒരു അച്ഛനാണ്. കാരണം സെമിനാറിലാണേലും ഫിലോസഫിയിലും തിയോളജിയിലും മൈനർ സെമിനാറിലൊക്കെ ലീഡറായിട്ടും മറ്റ് പ്രധാനപ്പെട്ട മേഖലകളിൽ അച്ഛൻ സേവനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കളിക്കളത്തിലാണേലും മറ്റ് ഏത് ഏരിയയിലാണേലും അച്ഛൻ വളരെ ടാലൻ്റുള്ള ഒരു അച്ഛനാണ്. അതുപോലെ അച്ഛൻ്റെ തുടർന്നുള്ള ജീവിതത്തിലും ആ കഴിവുകളെല്ലാം ഇടവക ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഉപയോഗിക്കാനും ഒത്തിരി ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടാനും അച്ഛന് കഴിവ് തരട്ടെ. അച്ഛന് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇപ്പോൾ നവവൈദികന് നമ്മുടെ സമ്മാനങ്ങളൊക്കെ നൽകി ആശംസ നൽകുവാനുള്ള അവസരമാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് സമ്മാനം നൽകി നവവൈദികനെ ആദരിക്കുവാൻ വേണ്ടി അതിൻ്റെ ആൾക്കാരെ ക്ഷണിച്ചുകൊള്ളുന്നു. KCYM ഭാഗത്തു നിന്ന് നവവൈദികനെ സമ്മാനം നൽകി അനുമോദിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. മാതൃവേദിയുടെ ഭാഗത്തു നിന്ന് നവവൈദികനെ സമ്മാനം നൽകി അനുമോദിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് മറുപടി പ്രസംഗത്തിനായിട്ട് നവവൈദികനായ ജോസഫ് മടത്തശ്ശേരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, എന്നെ അറിയുന്ന ഞാൻ അറിയാത്ത പലരുണ്ടെങ്കിൽ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെയധികം കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിലായിരിക്കുന്നത്. 12 വർഷം മുൻപ് തുടങ്ങിയ ഒരു യാത്ര അതിൻ്റെ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. ഇനി ഈ യാത്രയ്ക്ക് പുതിയ ഒരു ലക്ഷ്യം ലഭിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോടുകൂടി ആയിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എൻ്റെ ഈ തിരുപ്പട്ട ശുശ്രൂഷയിൽ, എൻ്റെ പൗരത്വ ശുശ്രൂഷയിൽ നിങ്ങൾ വന്ന് എന്നോടൊപ്പം പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രാർത്ഥനകൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ ഈ പുരോഹിത ജീവിതത്തിലും എന്നെ സഹായിക്കും, എന്നെ കൈപിടിച്ച് നടത്തും, വഴി നടത്തും, സംരക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് വീണ്ടും ഒരു അപേക്ഷ കൂടി നിൽക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ, വിലയേറിയ പ്രാർത്ഥനകൾ തീർച്ചയായും എന്നെ ഓർക്കുക. നിങ്ങളുടെ പ്രാർത്ഥനകളാണ് എൻ്റെ ശക്തി. ഇനിയുള്ള ജീവിതത്തിലും എൻ്റെ ഈശോയുടെ അടുത്ത്, ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ തീർച്ചയായും എന്നെ സഹായിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു ജോസഫ്. നമുക്കിതേ തുടർന്ന് നവവൈദികൻ്റെ കൈമുത്തൽ ചടങ്ങാണ്. അതിനുശേഷം നമുക്കായിട്ട് സ്നേഹവിരുന്ന് ഒരുക്കിയിരിക്കുന്ന നമ്മുടെ പാരിഷ് ഹാളിലേക്ക് പോവുകയാണ്. അവിടെ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് ഒരു സൈഡിലുണ്ടാവും. അതിനായിട്ട് തയ്യാറാക്കി നൽകിയിരിക്കുന്ന ആൾക്കാർ അവരെ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ കൈമുത്തുവാനായിട്ട് ഓരോരുത്തരും വരാം.
നാമമെന്നും എന്റെ അമ്മയായ നല്ല മേരിമാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. എന്റെ അമ്മയായ നല്ല മേരിമാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. കൃപ നിറയും പ്രശാന്തരാണി, മഹി മുഴുവൻ നിനക്ക് സ്വന്തം. മാനവരെല്ലാം നിൻ വിജയത്തിൽ ഈശ്വരനെ വാഴ്ത്തുന്നു. കൃപ നിറയും പ്രശാന്തരാണി, മഹി മുഴുവൻ നിനക്ക് സ്വന്തം. മാനവരെല്ലാം നിൻ വിജയത്തിൽ ഈശ്വരനെ വാഴ്ത്തുന്നു. എന്റെ അമ്മയായ നല്ല മേരിമാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. വാസം നിന്റെ കൂടെ വന്നു, നിന്നെ എന്ന സ്വർഗം സ്വന്തമാക്കി നിന്നു. ഉന്നതന്റെ വാസം നിന്റെ കൂടെ വന്നു, നിന്നെ എന്ന സ്വർഗം സ്വന്തമാക്കി നിന്നു. ഉയരിന്റെ മാർഗം കനിവോടെ തന്ന മനസ്സിന്റെ മോക്ഷം മനുഷ്യർക്കു തന്ന രക്ഷകന്റെ അമ്മ നീയല്ലോ. കൃപ നിറയും പ്രശാന്തരാണി, മഹി മുഴുവൻ നിനക്ക് സ്വന്തം. മാനവരെല്ലാം നിൻ വിജയത്തിൽ ഈശ്വരനെ വാഴ്ത്തുന്നു. കൃപ നിറയും പ്രശാന്തരാണി, മഹി മുഴുവൻ നിനക്ക് സ്വന്തം. മാനവരെല്ലാം നിൻ വിജയത്തിൽ ഈശ്വരനെ വാഴ്ത്തുന്നു. എന്റെ അമ്മയായ നല്ല മേരിമാതേ, നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. ത്രിത്വം ഉണ്മ കണ്ടു നിന്നിൽ, അന്നു നിന്റെ ഉള്ളിൽ തന്നു പുണ്യമേകി. നിന്മയാർന്ന ത്രിത്വം ഉണ്മ കണ്ടു നിന്നിൽ, അന്നു നിന്റെ ഉള്ളിൽ തന്നു പുണ്യമേകി.
കന്യകയായി തന്നെ നിലനിൽക്കവേ നീ തിരുസുരവിന്റെ പ്രിയമ്മയായി നീ നിന്റെ ഭാഗ്യമേറ്റുന്നതും എന്റെ അമ്മയായ നല്ല മേരിമാതേ നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. നല്ല മേരിമാതേ നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. കൃപ നിറയും പ്രശാന്തരാണി മഹി മുഴുവൻ നിനക്കു സ്വന്തം. മാനവരെല്ലാം നിൻ വിജയത്തിൽ യേശുവിനെ വാഴ്ത്തുന്നു. കൃപ നിറയും പ്രശാന്തരാണി മഹി മുഴുവൻ നിനക്കു സ്വന്തം. മാനവരെല്ലാം നിൻ വിജയത്തിൽ യേശുവിനെ വാഴ്ത്തുന്നു. എന്റെ അമ്മയായ നല്ല മേരിമാതേ നിന്റെ നാമമെന്നും വാഴ്ത്തുന്നിതാ. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ. എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. ആ വെള്ളിക്കാസയൊന്നെടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ. എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. യൗവനം പൂക്കുന്ന പടിവാതിൽ പഠനം ജ്വലിക്കുന്ന ദിവസങ്ങളിൽ ഇനി എന്തു വേണമെന്നോർത്തതില്ല. ഇതു ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞു. എൻ മാതൃനാടിനും മാതാപിതാക്കൾക്കും അഭിമാനമാകുവാനാഗ്രഹിച്ചു. എല്ലാറ്റിനും മേലെ ദൈവവിളി അങ്ങേ അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു. അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു.
പരിശീലനത്തിൻ്റെ വർഷങ്ങളിൽ ഈ ദിനമായിരുന്നെൻ്റെ സ്വപ്നം. 1000 തിരികളൻ മാനസത്തിൻ അൾത്താര തന്നിലായി തെളിഞ്ഞു നിന്നു. ആളുകളനവധി എൻ കരം മുത്തി, സോദരങ്ങൾ വന്നാശ്ലേഷിച്ചു. പ്രാർത്ഥന ചൊല്ലുമ്പോഴും പാട്ടുപാടുമ്പോഴും എന്നിരുമിഴികളും കവിഞ്ഞിരുന്നു. എന്നിരുമിഴികളും കവിഞ്ഞിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ. എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ. എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. ആ വെള്ളിക്കാസയൊന്നെടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ. എന്നെനിക്കാവുമെന്നോർത്തിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. യൗവനം പൂക്കുന്ന പടിവാതിൽ പഠനം ജ്വലിക്കുന്ന ദിവസങ്ങളിൽ ഇനി എന്തു വേണമെന്നോർത്തതില്ല. ഇതു ദൈവഹിതമെന്ന് തിരിച്ചറിഞ്ഞു. എൻ മാതൃനാടിനും മാതാപിതാക്കൾക്കും അഭിമാനമാകുവാനാഗ്രഹിച്ചു. എല്ലാറ്റിനും മേലെ ദൈവവിളി അങ്ങേ അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു. അനുഗമിച്ചിടുന്നതാണെന്നറിഞ്ഞു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു.
പരിശീലനത്തിൻ്റെ വർഷങ്ങളിൽ ഈ ദിനമായിരുന്നെൻ്റെ സ്വപ്നം. 1000 തിരികളൻ മാനസത്തിൻ അൾത്താര തന്നിലായി തെളിഞ്ഞു നിന്നു. ആളുകളനവധി എൻ കരം മുത്തി, സോദരങ്ങൾ വന്നാശ്ലേഷിച്ചു. പ്രാർത്ഥന ചൊല്ലുമ്പോഴും പാട്ടുപാടുമ്പോഴും എന്നിരുമിഴികളും കവിഞ്ഞിരുന്നു. എന്നിരുമിഴികളും കവിഞ്ഞിരുന്നു. തിളങ്ങുന്ന കുർബാനക്കുപ്പായം പണ്ടേ തീരാത്ത മോഹമായി തീർന്നിരുന്നു. ആ വെള്ളിക്കാസയും എടുത്തുയർത്തിയിടുവാൻ എന്നെനിക്കാവുമെന്നോർത്തിരുന്നു ഞാൻ. ബലിയാകുവാൻ വന്നു ബലിവേദിയിൽ നീ, ബലഹീനർ ഞങ്ങളെ സബലരാക്കി. ബലിയാകുവാൻ വന്നു ബലിവേദിയിൽ നീ, ബലഹീനർ ഞങ്ങളെ സബലരാക്കി. അടിയങ്ങൾ ഞങ്ങൾ നിൻ തിരുരക്തമുൾക്കൊണ്ടു തിരുമേനി ഞങ്ങൾ തൻ ഭോജ്യമാക്കി. അടിയങ്ങൾ ഞങ്ങൾ നിൻ തിരുരക്തമുൾക്കൊണ്ടു തിരുമേനി ഞങ്ങൾ തൻ ഭോജ്യമാക്കി. ബലിയാകുവാൻ വന്നു ബലിവേദിയിൽ നീ, ബലഹീനർ ഞങ്ങളെ സബലരാക്കി. ഹൃദയത്തിനാധികൾ വ്യാധികളൊക്കെയും തിരുമുൻപിലർപ്പിച്ചുണർത്തിയപ്പോൾ, ഹൃദയത്തിനാധികൾ വ്യാധികളൊക്കെയും തിരുമുൻപിലർപ്പിച്ചുണർത്തിയപ്പോൾ, തവദാനമേറെ ഈ സുതരിൽ നീ വർഷിച്ചു തവ സന്നിധാനം കരസ്ഥമാക്കാൻ. ബലിയാകുവാൻ വന്നു ബലിവേദിയിൽ നീ, ബലഹീനർ ഞങ്ങളെ സബലരാക്കി. ഉണരട്ടെ ഞങ്ങൾ നിൻ ഹൃദയത്തിനുള്ളിലോരണുവായി തീരട്ടെ നിത്യമായി. ഉണരട്ടെ ഞങ്ങൾ നിൻ ഹൃദയത്തിനുള്ളിലോരണുവായി തീരട്ടെ നിത്യമായി. ഹൃദയത്തിൽ നിന്നെന്നും ഉതിരട്ടെ സ്തുതിഗീതം മമ സ്നേഹമലയായുയർന്നിടട്ടെ. ബലിയാകുവാൻ വന്നു ബലിവേദിയിൽ നീ, ബലഹീനർ ഞങ്ങളെ സബലരാക്കി. അടിയങ്ങൾ ഞങ്ങൾ നിൻ തിരുരക്തമുൾക്കൊണ്ടു തിരുമേനി ഞങ്ങൾ തൻ ഭോജ്യമാക്കി. ബലിയാകുവാൻ
ബലിയാകുവാൻ വന്നു ബലിവേദിയിൽ നീ ബലഹീനർ ഞങ്ങളെ സബലരാക്കി. ബലിയാകുവാൻ വന്നു ബലിവേദിയിൽ നീ ബലഹീനർ ഞങ്ങളെ സബലരാക്കി. ബലിയാകുവാൻ വന്നു ബലിവേദിയിൽ നീ ബലഹീനർ ഞങ്ങളെ സബലരാക്കി. അടിയങ്ങൾ ഞങ്ങൾ നിൻ തിരുരക്തമുൾക്കൊണ്ടു തിരുമേനി ഞങ്ങൾ തൻ ഭോജ്യമാക്കി. അടിയങ്ങൾ ഞങ്ങൾ നിൻ തിരുരക്തമുൾക്കൊണ്ടു തിരുമേനി ഞങ്ങൾ തൻ ഭോജ്യമാക്കി. ബലിയാകുവാൻ വന്നു ബലിവേദിയിൽ നീ ബലഹീനർ ഞങ്ങളെ സബലരാക്കി. ഹൃദയത്തിനാധികൾ വ്യാധികളൊക്കെയും തിരുമുൻപിലർപ്പിച്ചുണർത്തിയപ്പോൾ
തേങ്ങ